അപ്പൊ നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെ കുറെ യൂണിറ്റിന്റെ കുറെ സംഭവങ്ങളുണ്ട്, അത് നമ്മള് കൈവിടരുത്. അതെ, അത് കുറെ സെറ്റ്. ഇപ്പൊ കോവിഡ് വന്നപ്പോ, നിപ്പ വന്നപ്പോ, പ്രളയം വന്നപ്പോ, ഈ ടൈമിലൊക്കെ നമ്മൾ പ്രൂവ് ചെയ്ത സംഭവങ്ങളായിരുന്നു. നമ്മള് മതത്തിന്റെ പേരിലല്ല ഇവിടെ ഈ നാട് നിന്ന് പോകുന്നത്. അതെ, അത് റിച്ചസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റ്സ് കണ്ടപ്പോ അതില് ഏറ്റവും കുറവ് പോവേർട്ടി ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. 0.7% എന്നാണ് ഞാൻ ആ വീഡിയോയില് കണ്ടത് പോവേർട്ടി ലൈന് വരുന്നത്. നേരെ മറിച്ച് ഏറ്റവും ഹൈയസ്റ്റ് എവിടെ? ബീഹാറോ? ബീഹാറിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടുത്തെ എത്ര 23% അങ്ങനെ എന്തായിരുന്നു? ഇപ്പൊ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഡിഫറൻസ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഭയങ്കര ലക്കിയാണ്. നമ്മളുടെ കേരളത്തിലെ ബാക്കിയുള്ള ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇല്ല എന്നല്ല, ബട്ട് ഏറ്റവും മിനിമലായി നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് നമ്മളുടെ മലയാളികളുടെ കേരളം. അത് നമ്മളെ കൈവിടരുത്, നമ്മളിങ്ങനെ ഒന്നിച്ച് നിൽക്കണം. അതെ, പിന്നെന്താന്ന് വെച്ചാൽ പല ആൾക്കാരും സർക്കാരിനെ കുറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ രീതി ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആകെ നോട്ടീസ് ചെയ്ത് എന്താന്ന് വെച്ചാല് കോവിഡ് ടൈമില് ആരും പട്ടിണിക്ക് കിടന്നിട്ടില്ല. അതായത് കോവിഡിന്റെ ആ ഒരു ടൈമില് ഈ പണിയില്ലാത്ത ഇപ്പൊ കൂലിപ്പണിക്കാര്, പാവപ്പെട്ടവര്, ഇവരൊക്കെ പണി നിന്നു പോയാല് ഇവരൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇവരുടെ അടുത്തൊന്നും അധികം ചിലപ്പോ സേവിങ്സോ, ഇപ്പൊ സേവിങ്സ് ഉണ്ടെങ്കിൽ തന്നെ എത്രയെന്ന് വെച്ചിട്ടാ ആ ടൈമിലൊക്കെ ഈ കിറ്റ് വിതരണം സംഭവമായിട്ട് പല ആൾക്കാരും പല രീതിയിലാണ് പറയണത്. ഇവര് അടുത്ത ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ആൾക്കാരതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാന് ഒരു SFIയോ DYFI സപ്പോർട്ടറോ അല്ലെങ്കിൽ MSF, ലീഗോ, കോൺഗ്രസ് ഒന്നല്ല. ഈ ഒരു സംഭവം കണ്ടപ്പോ ഐ ഫെൽ ലൈക്ക് സ്വിറ്റ്സർലാൻഡ് ആണ്, ന്യൂട്രൽ. അതെ, എല്ലാരും പട്ടിണിക്കിടാതെ ഇവര് നോക്കി. ആസ് എ ഗവൺമെന്റ് ദിസ് ഈസ് വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു. അവരെ ഗ്ലോറിഫൈ ചെയ്യല്ല, പക്ഷെ അവരത് ചെയ്തു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ചിലപ്പം ആ ഒരു പാർട്ടിന്റെ അവിടെ ഇപ്പൊ കോൺഗ്രസ് ആണ്, അവര് ചിലപ്പോ തന്നെ ചെയ്യാം, അറിയില്ല. പക്ഷെ ഇവരത് ചെയ്തു. അത് വലിയ, കാരണം ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ നോക്കുമ്പോൾ കോവിഡ് സിറ്റുവേഷൻസ് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ ഇല്ല, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇല്ല, ഫുഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി സ്റ്റേറ്റിലൊക്കെ അവസ്ഥ കണ്ടത്. അപ്പോഴും കേരളത്തിൽ വന്നപ്പോ മെഡിക്കൽ ഇതാണെങ്കിലും വളരെ അഡ്വാൻസ്ഡ്, ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ട്, ആൾക്കാർക്ക് നല്ല സാനിറ്റൈസേഷൻ ഉണ്ട്. കോവിഡ് ആയാൽ തന്നെ അവരെ നിർത്തുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും ഇവര് സ്കൂളും പഞ്ചായത്തുകളും വേറെ വേറെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് ഇതാക്കിയിരിക്കുന്നു. അതിന് ആൾക്കാരെടുത്ത് അവർ ചാർജ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ പിന്നെ കോവിഡ് ടൈമിൽ ഇവിടെ കാനഡയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നാട്ടിലെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് അധികം അറിയില്ല. നാട്ടിലെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല, നമ്മൾ അതിജീവിച്ചതാണ് 2 കോവിഡ് ഘട്ടങ്ങൾ. സർവൈവർ, അനദർ എപ്പിസോഡ് സർവൈവർ ആയിരിക്കുന്നു, വിക്ടിം ആയിരിക്കുന്നു.